മരം കൊള്ളയ്ക്ക് പിന്നിലാര്? പട്ടയഭൂമിയിലെ മരങ്ങളുടെ കണക്കെടുക്കാൻ റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. കുറിച്ചുമാറ്റിയ മരങ്ങളുടെ കണക്ക് പ്രത്യേകം ശേഖരിക്കണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ടി ജി സജിത്ത് വിവരങ്ങൾ നൽകുന്നു. സജിത്ത്, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ വലിയ ഒരു വിവാദം അത് ഇപ്പോൾ മറ്റു തലങ്ങളിലേക്ക് വന്ന സാഹചര്യത്തിലാണോ ഇങ്ങനെയൊരു കണക്കെടുപ്പിലേക്ക് എത്തുന്നത്? എന്താണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ? രഞ്ജിത്ത്, ഇതിൽ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് റവന്യൂ വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. നിലവിൽ മുറിച്ചു മാറ്റപ്പെട്ട മരങ്ങളുടെയും ഒപ്പം തന്നെ നിലവിൽ ഈ പട്ടയ ഭൂമികളിൽ നിൽക്കുന്ന മരങ്ങളുടെയും വിശദമായ കണക്കെടുക്കാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ലാൻഡ് റവന്യൂ കമ്മീഷണർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വില്ലേജ് ഓഫീസർമാർ ഇതിന്റെ കണക്കെടുക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ പട്ടയ ഭൂമിയിൽ തന്നെ സർക്കാർ റിസർവ് മരങ്ങൾ നിൽപ്പുണ്ട്. ഈ മരങ്ങളുടെ കണക്കെടുക്കാനും ഈ മരങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ടോ ഇത് പരിശോധിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി ഇത് സംബന്ധിച്ച നിർദ്ദേശം റവന്യൂ സെക്രട്ടറിക്ക് നൽകിയത്. റവന്യൂ സെക്രട്ടറിയാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ശരി സൈത്ത്. മരമുറി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി മന്ത്രിമാരുടെ യോഗം വിളിച്ച് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആണ് യോഗം വിളിച്ചത്. യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. BB അരുൺ ചേരുന്നു. അരുൺ, ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് കാനത്തിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അത് കിട്ടിയില്ല. ഇപ്പോൾ എന്താണ് പാർട്ടിയുടെ നീക്കം? വിവാദം CPI ചർച്ച ചെയ്യുകയാണ്. മന്ത്രിമാരുടെ വിശദീകരണം നേരിട്ട് കേൾക്കുകയാണ് കാനം രാജേന്ദ്രൻ. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ മന്ത്രിമാരുടെ യോഗം വിളിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം MN സ്മാരകത്തിലാണ് യോഗം. രാവിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എല്ലാം ഗവൺമെന്റ് പറയും എന്ന മറുപടി പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതുവരെയും കാനത്തിന്റെ പ്രതികരണം വിഷയത്തിൽ വരാത്തത് വലിയ വിമർശനത്തിനിടയാക്കുകയും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ വളരെ നേരത്തെ പ്രതികരിക്കുന്ന നേതാവാണ് കാനം. പക്ഷെ ഇത്തവണ കാനമോ അല്ലെങ്കിൽ CPI ഏതെങ്കിലും നേതാക്കളോ ഈ വിഷയത്തിൽ പ്രതികരണം തയ്യാറായിട്ടില്ല. റവന്യൂ മന്ത്രി K. രാജനാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മറ്റു കഴിഞ്ഞ തവണ CPI മന്ത്രിമാരായിരുന്ന ഈ വിവാദം ഉണ്ടാകുമ്പോൾ വനം വകുപ്പ് മന്ത്രിയായിരുന്ന K. രാജുവോ അതുപോലെ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരനോ ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണം തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട യോഗം കാനം രാജേന്ദ്രൻ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ശരി.